നമസ്കാരം സർ. എം.എ. ബേബി സിപിഎമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. ഇവരിങ്ങനെ കൊട്ടിഘോഷിക്കാൻ മാത്രം സിപിഎം എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് വാല്യൂ ആണുള്ളത്? ഒന്നുമില്ല. ഇവര് പറയണ മാതിരി കേരളത്തിൽ തന്നെ ഇവർ എത്ര വലിയ കൊട്ടിഘോഷിച്ച് എത്ര എം പിമാരുണ്ട് ഇവർക്ക് അവിടുത്തെ ലോക്സഭയിലേക്ക്? ഒരാൾ അല്ലെ? ഇതിനു മുമ്പ് ഒരാൾ തന്നെയായിരുന്നു, ഒരു എം പി തന്നെയായിരുന്നു. ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നമ്മ പറയണെങ്കിൽ ഇവരൊരു മ്യൂസിയം പീസാക്കി മാറ്റി. ലോകത്ത് കമ്മ്യൂണിസം എവിടെയില്ല. റഷ്യയിലില്ല, ചൈനയിലില്ല, ഇവൻ ക്യൂബയിലും ഇല്ല. ഇവർ വലിയ വലിയ കാര്യം പറയും ക്യൂബയെ പറ്റിയിട്ട്, അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റിയിട്ട്. പണ്ട് എവിടെയായിരുന്നു? ബൊളീവിയ, റൊമാനിയ, പോളണ്ട്. കമ്മ്യൂണിസത്തിന്റെ ഒരു എന്താ പറയുക, വെനുസ്വേല. കമ്മ്യൂണിസ്റ്റിന്റെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. സൗത്ത് അമേരിക്ക തൊട്ട് ഏഷ്യ തൊട്ട് യൂറോപ്പിലും കുറെ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോ തൊട്ട് സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞ് വാളിസായപ്പോ തൊട്ട് ഈ കമ്മ്യൂണിസം തന്നെ കോൺസെപ്റ്റ് തന്നെ പോയി. പക്ഷെ നമ്മുടെ അവിടുത്തെ ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല. ഇനി നമുക്കറിയാം, സീതാറാം യെച്ചൂരി ഈ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസം 8 മാസം ആറായി. ഇപ്പോഴാണ് ഇവർക്കൊരു ജനറൽ സെക്രട്ടറി ഓർമ്മ വന്നത്. അതിന്റെ നടുക്കില് ആരടുത്ത് ചോദിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല ആരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ, വെസ്റ്റ് ബംഗാളില് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് എന്താ പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ഇല്ലാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു, അതിന്റെ എന്താ ആവശ്യം, ആകെയുള്ളത് ഒരു സംസ്ഥാനത്താണ്, അവിടെയും നിങ്ങൾക്ക് ആകെ ഒരു MP ഉള്ളൂ ലോക്സഭയിലേക്ക്. അപ്പൊ എന്തിനാണ് വെറുതെ ഒരു സെക്രട്ടറിയും കൊണ്ടുവന്ന് വലിയ ഓഫീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം? ഒരാവശ്യമില്ല. നമുക്കറിയാം പണ്ടൊക്കെ ഹർകിഷൻ സിംഗ് സുർജീത്ത് ഒക്കെ ഉള്ള സമയത്തൊക്കെ കംപ്ലീറ്റ് പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് റെഗുലർ ആയിട്ട് നടക്കാറുണ്ട് ഡൽഹിയിൽ. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ആയാലും പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് അതിനൊക്കെ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എപ്പോഴാണ് ഇവരൊരു പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ്, ഇപ്പൊ മധുരയിൽ നടന്ന മീറ്റിംഗ്, അത് അവരൊരു നാഷണൽ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അതല്ലാണ്ട് ഇവരെന്താ ചെയ്തത്? പാലസ്റ്റൈന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപിച്ച ഒരു നയം രൂപീകരിച്ചു. അതിനെപ്പറ്റി ഒരു ഡിബേറ്റ് നടത്തി. ഞാൻ പറയും, നാളെ ഇവർ ഒരൊറ്റെണ്ണത്തെ US-ലേക്ക് വിസ കിട്ടില്ല. കണ്ടോളാം. ഇവരെന്നല്ല, ഇവരുടെ സ്റ്റുഡന്റ് യൂണിയൻ ആരായാലും CPM എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് വിസ കൊടുക്കില്ല US-ലേക്ക്. അതേ കാര്യം യൂറോപ്പിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ M.A. ബേബിക്ക് എന്താ ചെയ്യാൻ പറ്റുക? കേരളത്തിലെ കാര്യം മാത്രം നോക്കാം. ഞാൻ പറയുന്നത് കേരളത്തില് ഈ പറഞ്ഞ ഓൾറെഡി ഇവർക്ക് പാർട്ടി അപ്പാരറ്റസ് ഉണ്ടല്ലോ. ഗോവിന്ദ മാഷ് ഉണ്ടല്ലോ അവിടെ. ഗോവിന്ദ മാഷ് മതിയായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഒരു സീറ്റ് ജയിക്കാൻ പറ്റുമോ ഇവർക്ക്? അവിടെ ത്രിപുരയിൽ നിന്ന് ജയിക്കാൻ പറ്റുമോ? ഇതൊക്കെയായിട്ട് ഇവരൊരു എന്താ പറയുക, സ്ട്രോങ് ഹോൾഡ് ആയിരുന്നു ഒരു സമയത്ത്. ത്രിപുരയിലൊക്കെ എത്ര കാലമാണ് മാണിക് സർക്കാരൊക്കെ അവിടെ ഭരിച്ചിരുന്നത്. അതേമാതിരി ജ്യോതി ബാസു, ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ. അതൊക്കെ ബുദ്ധദേവ് ഭട്ടാചാര്യ. എന്ത് പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറഞ്ഞ മാതിരി ലോകത്തുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ എന്താ പറയുക, ഒരു തരം വൈപ്പ് ഔട്ട് നടന്നതിന്റെ അതിന്റെ ഇമ്പാക്ട് കേരളത്തിലും കാണാറുണ്ട്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഇല്ല, എവിടെയും വർക്ക് ചെയ്ത് നോക്കി. നമ്മൾ ചൈനയെ പറ്റി പറയും ഒരു വലിയ കാര്യം. ഗവൺമെന്റ് പണ്ട് ഇവിടുത്തെ CPM-ന്റെയും CPI-യുടെ നേതാക്കൾക്ക് ചെറിയൊരു അസുഖം വന്നാൽ അവർ അപ്പോ റഷ്യയിലേക്ക് ഓടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ പിന്നെ പിണറായി വിജയൻ മേയോ ക്ലിനിക്കിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ അത് ബൂർഷു ആണ്. പക്ഷെ അതിന് കുഴപ്പമില്ല, അവരുടെ കാര്യം വരുമ്പോൾ ബൂർഷു ഒന്നും വരില്ല. പക്ഷെ ഈ CPM എന്ന പാർട്ടിക്ക് നാഷണൽ പാർട്ടി സ്റ്റേറ്റസ് കിട്ടാനാണ് സിക്കറിലേക്കുള്ള രാജസ്ഥാനിലെ ഒരു സീറ്റ് ജയിച്ച കാരണം ഇവർക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷന്റെ റൂൾ പ്രകാരം 11 ലോക്സഭാ സീറ്റ് ജയിക്കണം എന്നാണ് ഒരു കണക്ക്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറി. ഇപ്പൊ സ്റ്റേറ്റ് പാർട്ടിയാണ്, നാഷണൽ പാർട്ടി സ്റ്റേറ്റിലേക്ക് ഇനി അത് അടുത്ത ഇലക്ഷൻ കമ്മീഷന്റെ റിവ്യൂല മനസ്സിലാവും അവർക്ക് ഉണ്ടാവോ ഇല്ലെന്ന്. അതിന് വലിയൊരു പ്രസക്തി ഇല്ല. എന്താണ് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി? CPI-യുടെ കാര്യം ഇനി കഷ്ടമാണ്. CPM പിന്നെയും കുഴപ്പമില്ല, ഒരു മേജർ പാർട്ടി കേരളത്തിലുണ്ട്. CPI-യുടെ കാര്യം ആലോചിച്ചു, ആരാണ് അവരൊരു പ്രസ് കോൺഫറൻസ് നടത്തിയാൽ അവർക്ക് ആൾക്കാർ വരുന്നില്ല. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ അവരെത്തി കഴിഞ്ഞു. CPM ഈ പറഞ്ഞ മാതിരി തന്നെ നിന്ന് ജയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ട്? ഞാൻ പറയണെങ്കിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ബീഹാർ ആയിരിക്കും. പക്ഷെ അവിടെ CPI ML ആണ്, മാർക്സിസ്റ്റ് ലിബറേഷൻ. അവർക്കാണ് അവിടെ അപ്പർ ഹാൻഡ് ഉള്ളത്. അവരിപ്പോഴും ഒരു 10-15 സീറ്റൊക്കെ അവിടെ ജയിക്കും. ബിക്കോസ് പണ്ടത്തെ ഒരു നക്സലൈറ്റ് ബെൽറ്റ് ആണ് അത്. ബീഹാർ ദണ്ഡക്കാരിയിൽ നിന്ന് വന്ന് നേപ്പാളിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഛത്തീസ്ഗഡ് വഴി പോകുന്ന ദണ്ഡക്കാരിയുടെ ബെൽറ്റിലാണ് ബീഹാർ വരുന്നത്. അവിടെ ബീഹാറിൽ അവർ ജയിക്കും. ഈ പ്രാവശ്യം അവർക്ക് വേണ്ട 5-6 സീറ്റ് കിട്ടും. അവിടെ CPI ML. അതല്ലാണ്ട് CPM-ന് തന്നെ നിന്ന് ജയിക്കാൻ പറ്റുമോ തമിഴ്നാട്ടില്? പറ്റില്ല. അവർക്ക് DMK തന്നെ ഈ 2 സീറ്റോ 3 സീറ്റോ അന്ന് അവര് കോൺടെസ്റ്റ് ചെയ്തിട്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യം. തന്നെ നിന്ന് ജയിക്കാൻ പറ്റുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എന്താ പറയുക, ഒരു മ്യൂസിയം പീസായി മാറി ഇവര്. ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്, ജുറാസിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയും. അതാണ് CPM-ന്റെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി.
MA ബേബി അല്ല ആര് വന്നാലും ഈ പാർട്ടിയെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ചൈന മാതിരിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു രാഷ്ട്രം ഇന്നിപ്പോ ഒരു ക്യാപിറ്റലിസ്റ്റായി മാറിക്കഴിഞ്ഞു. അവരാണ് ലോകത്തെ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിങ് പവർ. അപ്പോ എല്ലാവർക്കും മനസ്സിലായി നേരെ വരണമെങ്കിൽ ഫാക്ടറി വേണം, കമ്പ്യൂട്ടർ വേണം, ഈ പറഞ്ഞ മാതിരി ചുമട്ട് തൊഴിലാളിയും നോക്കുകൂലിയൊന്നും നടക്കില്ല. അവിടെ കേരളമാണ് അതിന്റെ ലാസ്റ്റ് ബാസ്റ്റിയൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു പഠിച്ചു വരുന്ന യങ്സ്റ്റേഴ്സിനൊക്കെ കമ്മ്യൂണിസം തന്നെ അവർക്കൊരു ഇതാണ്, പുച്ഛാണ് അവർക്ക്. അപ്പൊ അതേമാതിരിയാണ് ഇപ്പൊ MA ബേബി വന്നു. എന്തുണ്ടാവും MA ബേബി കൊണ്ട് നാളെ CPM-നെ വെസ്റ്റ് ബംഗാൾ ജയിപ്പിക്കാൻ പറ്റും? വേറൊരു തമാശ, ഇവര് വാടയാർ വിട്ടു കഴിഞ്ഞാൽ ഈ എവിടത്തെ CPM കോൺഗ്രസ്സുകാർ അവിടെ കിടന്ന് തല്ലുപിടിക്കുന്നത് കേരളത്തില്. പക്ഷെ വാടയാർ വിട്ടു കഴിഞ്ഞാൽ അവർ അപ്പ ദോസ്തായി കഴിഞ്ഞു. ദോസ്താണ്. തമിഴ്നാട്ടിൽ തൊട്ട് പിന്നെ വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ഒരു ഒഫീഷ്യൽ എന്താ. ഞാൻ ചോദിക്കട്ടെ, ഇവര് പിന്നെയും പറയും BJP B ടീമാണ്, അല്ല കോൺഗ്രസിന് CPM-കാർ പറയും, കോൺഗ്രസ്സുകാർ പറയും BJP B ടീമാണ് CPM-ന്റെ എന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇവർ രണ്ടുപേരും കൂടി പറയും BJP-ക്ക് അവിടെ ഒരു പിടിവില്ല, അവിടെ അവർക്ക് ഒന്നുമില്ല, ഒരു സീറ്റ് കഷ്ടപ്പെട്ട് ഇങ്ങനെ കിട്ടി തൃശ്ശൂർ എന്നുള്ള കാര്യം. നമ്മളന്ന് ജോൺ ബ്രിട്ടാസിന്റെ ഒരു സ്പീച്ച് കണ്ടിരുന്നു ലോക്സഭയിൽ. തൃശ്ശൂരുകാർ ചെയ്ത തെറ്റ് ഞങ്ങൾ തിരുത്തുന്നുണ്ട്. പണ്ട് നേമത്ത് ചെയ്ത് O രാജഗോപാലിനെ ജയിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരുത്തി. പക്ഷെ ഇവരെ തിരുത്തിയത് വെസ്റ്റ് ബംഗാളിലാണ്. ആലോചിച്ചു, മമതാ ബാനർജി, ഇതേ പാർട്ടി എന്താ പറയുക തല്ലി ഓടിച്ച പാർട്ടിയാണ് മമതാ ബാനർജിയുടെ. അവിടെ അവരെ ഹരാസ് ചെയ്തതിന് ഒരു കണക്കില്ല. കേരളം ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ എത്ര ബാക്ക്വേർഡ് ആവാൻ കാരണം വെസ്റ്റ് ബംഗാൾ അങ്ങനെയായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ എല്ലാ കോർപ്പറേറ്റ്സും വെസ്റ്റ് ബംഗാളിലായിരുന്നു. ITC തൊട്ട് ഡൺലപ്പ് തൊട്ട് ഗോയൻകാസ് എല്ലാവരും അവിടെയായിരുന്നു. പക്ഷെ എല്ലാം അടച്ചു പൂട്ടിയത്. മമതാ ബാനർജി ഒരു കുറവില്ല. സിംഗൂറിൽ നമ്മൾ കണ്ടാണ് ടാറ്റക്കാരെ അവിടെ നിന്ന് ഓടിച്ചു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇത് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൽ ഒരു ഫ്യൂച്ചർ ഇല്ല നമുക്കറിയാം. MA ബേബി അല്ല ഇപ്പൊ നാളെ ആരെ പിണറായി വിജയനെ എലക്ട് ചെയ്താക്കി കഴിഞ്ഞാലും ഈ പാർട്ടിക്ക് കേരളം വിട്ട് ബാക്കി സ്ഥലത്ത് ഒരു സീറ്റും കിട്ടില്ല. പിന്നെ കിട്ടുന്ന സീറ്റെല്ലാം ഇവർക്ക് ആർക്കെങ്കിലും അലയൻസില് DMK തമിഴ്നാട്ടിലും മാറി, പിന്നെ ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനില് വേറെ എവിടെയെങ്കിലും അലയൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളില് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ആലോചിച്ചു, കോൺഗ്രസിന്റെ കൂടെ ചേർന്നിട്ടാണ് ഒഫീഷ്യലി CPM കോൺടെസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് VD സതീഷിനോട് ചോദിക്കാനുള്ളത്, സുധാകരനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്താ കേരളത്തിൽ ചെയ്യണ തമാശ? പിണറായി വിജയന്റെ അടുത്ത് ചോദിക്കണം, ഗോവിന്ദ മാഷിനോട് ചോദിക്കണം, നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പോയി രണ്ടുപേരും തോട് കയറ്റല്ലേ നടക്കുന്നത്, 2 കോടി പിടിച്ചല്ലേ നടക്കുന്നത്. നിങ്ങൾ പോയി കേരളത്തിൽ അതാണ് ചെയ്തോളുന്നേ, കാര്യം കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് ഇലക്ഷന്റെ ആവശ്യമില്ല കേരളത്തിൽ. നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 20 സീറ്റില് നീ 15 വെച്ചോ ഞാൻ 5 വെച്ചോളാം എന്നിട്ട് നടത്തിയാൽ മതി. ഇതൊരു ജുറാസിക് പാർട്ടിയായി. ഈ പറഞ്ഞ മാതിരി മ്യൂസിയത്തിലേക്ക് വെക്കേണ്ട സമയമായി, മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെ ഒരു കമ്മ്യൂണിസം തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാർക്സ് ഉണ്ടായിരുന്നു, ലെനിൻ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ മാതിരി ചൈനയിൽ മാവോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെ പോയല്ല, ഒരാളും കമ്മ്യൂണിസത്തെ പറ്റി പറയുന്നില്ല. ഇൻഫാക്ട് നമ്മള് പോളണ്ട്, ലാക് വാലേസയും ഇവരൊക്കെ എന്തായിരുന്നു അവിടുത്തെ ഒരു റെവല്യൂഷൻ പോളണ്ടില്. ഇന്ന് എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്? റൊമേനിയയിലുണ്ടോ? ഇല്ലല്ലോ. ലെഫ്റ്റിസം തന്നെ, ലെഫ്റ്റ് കോൺസെപ്റ്റ് തന്നെ പോയി കഴിഞ്ഞു. ഇപ്പൊ എല്ലാം റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി റൈറ്റിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങി. ഫ്രാൻസിൽ നോക്കുക, അവിടുത്തെ റൈറ്റ് വിങ് ആണ് അവിടുത്തെ ജയിക്കാൻ പോകുന്ന അടുത്ത ഇലക്ഷൻ. ജർമ്മനിയിൽ അതാണ് നടക്കുന്നത്, ഇറ്റലിയിൽ അതാണ് നടന്നത്. അപ്പൊ ഈ കമ്മ്യൂണിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതായി. ഇനി അതിനൊരു പെട്ടിയിൽ പൂട്ടി എവിടെയെങ്കിലും കൊണ്ട് ഈ പറഞ്ഞ മാതിരി വല്ല മ്യൂസിയത്തിൽ കൊണ്ടുവച്ചിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതായിരുന്നു കമ്മ്യൂണിസം എന്നൊരു കോൺസെപ്റ്റ്. അല്ലാണ്ട് ഇപ്പൊ MA ബേബി ജയിച്ചു വന്നതോ MA ബേബിക്ക് ഇലക്ഷൻ ആയിട്ട് MA ബേബിയെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു കാര്യമില്ല. റിവൈവ് ചെയ്യാൻ പറ്റില്ല പാർട്ടി. ഇതിന് ഇനി മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഇതിനെ പ്രോസ്പർ ചെയ്യാൻ പറ്റില്ല. ബംഗാൾ വിട്ടു കഴിഞ്ഞാൽ കേരളം മാത്രമേ. അതിന് മുമ്പ് ത്രിപുര ഉണ്ടായിരുന്നു. ഇപ്പൊ ത്രിപുര മൊത്തം BJP-യുടെ കയ്യിലാണ്. അതെങ്ങനെയായത്? വെസ്റ്റ് ബംഗാൾ നോക്കുക, അപ്പോസിഷൻ പാർട്ടി അവിടെ BJP ആണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസിന്റെ അഡ്രസ് ഇല്ല അവിടെ. പറഞ്ഞ മാതിരി ഈ മധുരയിൽ നടന്ന ഒരു കോൺഫറൻസിൽ ഞാൻ പറഞ്ഞ വെറുതെ കാശ് ചെലവാക്കിയത് അത്ര. അവിടെ ഇതിന് ഒരു ഡൽഹിയിൽ ഒരു കട്ടൻ ചായയും ഒരു പരിപ്പോടെയും വെച്ചിട്ട് AK ഗോപാലൻ സാറിന് അവിടെ ചേർക്ക് മീറ്റിംഗ് നടത്തിയാൽ മതി, കാശ് ലാഭിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.